നിസ്കരിക്കാൻ തോന്നുന്നില്ല, മനസ്സിൽ മടി വരികയാണ്. എങ്ങനെ കൃത്യമായി നിസ്കരിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാനുള്ള മടി നമ്മിൽ നിന്ന് ഇല്ലാണ്ടാവും. 1. ബാങ്ക് കൊടുക്കുന്ന സമയം നമ്മൾക്ക് തോന്നും ഇനിയിപ്പോ നിസ്കാരം പിന്നെ ആക്കാമെന്ന്. ആ ചിന്ത വരാതെ നോക്കുക. അങ്ങനെ വന്നാൽ ഉറപ്പിക്കുക ശൈത്താൻ നമ്മെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. 2. പരമാവധി ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ വുളു എടുക്കാൻ ശ്രമിക്കുക. 3. നിസ്കാരം ഒരു ഭാരമായി കാണാതിരിക്കുക. കാരണം നാളെ നമ്മുടെ ഖബറിലെ കൂട്ടുകാരൻ നിസ്കാരമാണ്. പിണക്കി വിട്ടാൽ ഖബറിലൊന്ന് തിരിഞ്ഞു നോക്കാൻ നിന്റെ കൂടെ നടക്കുന്ന ആരും കാണൂല, അതോർക്കുക. 4. സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ് എന്ന് റസൂലൂര് തന്നെ പറഞ്ഞതാ. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവുക. അതിനർത്ഥം ആ താക്കോൽ ഇവിടെ നിന്ന് കരസ്ഥമാക്കാത്തവർ സ്വർഗം മോഹിക്കേണ്ട. 5. കുറച്ചു കഴിഞ്ഞു നിസ്കരിക്കാം എന്ന് തോന്നുന്ന സമയം ഖബർ, മഹ്ശറ, വിചാരണ ദിവസം, സിറാത്ത്, നരകം, ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റക്കാണ് എന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടാവുക. 6. പിന്നൊന്ന് ഉറപ്പിക്കുക, നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂല, ഈമാൻ കിട്ടാതെ മരിച്ചാൽ നരകം ഉറപ്പിക്കാം, റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. 7. എപ്പോഴും ഓർമ്മയിലുണ്ടാവുക, ഈ വഖത്ത് ഒഴിവാക്കിയാൽ ഒരുപക്ഷെ അടുത്ത വഖത്ത് ഒഴിവാക്കാൻ നീ ഉണ്ടാവില്ല എന്ന്. നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ആയുസ് കുറയും, ദാഹിച്ചു മരിക്കും, ഖബറിൽ തീ നിറക്കപ്പെടും, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടില്ല. 8. എപ്പോ നിസ്കാരം ഒഴിവാക്കണം തോന്നുമ്പോഴും ഓർത്തോ, നീ നിസ്കാരം ഒഴിവാക്കി സമ്പാദിക്കുന്നതൊന്നും നിനക്ക് ഉപകാരപ്പെടില്ല, നഷ്ടങ്ങളല്ലാതെ. 9. റബ്ബിനോട് ഇടക്ക് ദുആ ചെയ്യുക, മനസ്സ് നന്നാക്കി തരാനും നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനും. 10. ആയത്തുൽ കുർസി ഓതുക. ഇപ്പൊ നിസ്കരിക്കണ്ട, പിന്നെ നിസ്കരിക്കാമെന്ന് തോന്നുന്ന സമയമൊക്കെ ശൈത്താന്റെ കെണിയിൽ നിന്നും രക്ഷിക്കും. 11. എപ്പോഴും ഓർക്കുക, നിസ്കാരം അത് ഏതൊരു കാര്യത്തിന്റെയും അടിത്തറയാണ്. ആ അടിത്തറയില്ലെങ്കിൽ ജീവിതം തകിടം മറിയും. 12. ദിവസവും ഒരു 10 വട്ടമെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുക. ഇത് മനസ്സിനെ നന്നാക്കും. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക്, ശരിയാവും.